മുസ്ലിമീങ്ങള് ഇപ്പൊ ആകെപ്പാടെ എവിടെയാ? ചെകുത്താനും കടലിനും മധ്യ. എന്ത് ചെയ്യുമെന്നറിയാതെ പതറി നിൽക്കുക. ഈ പ്രശ്നത്തിന് എന്തേലും പരിഹാരമുണ്ടോ? എല്ലാരും അന്വേഷണത്തിൽ. ഇത്രയും കടുത്ത പരീക്ഷണം, ഇങ്ങനെ പരീക്ഷണം നമുക്ക് വരെ വരുമ്പോൾ പല ആളുകളും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും പറയും മുസ്ലിങ്ങൾക്ക് എവിടെയും പ്രയാസ. ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ അവന് പ്രശ്നമാ, അല്ലേ? സംശയമൊന്നുമില്ല. പക്ഷെ ഇത് പറയുന്നവരുണ്ടാക്കണ പ്രശ്നം തന്നെയാ. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണമെന്ന് പറയണവനാ. എന്നിട്ട് പറയും ഇതേ പ്രശ്നമല്ലേ എന്ന്. ഇറാഖി പ്രശ്നമല്ലേ എന്ന് ആരാ ചോദിക്കണേ? അമേരിക്കയുടെ ആള്. ഉണ്ടാക്കിയ ആരാ? അമേരിക്ക. ഫലസ്തീനി പ്രശ്നമല്ലേ എന്ന് ഇസ്രയേലിന്റെ ആള്. ഉണ്ടാക്കിയ ആരാ? ഇസ്രയേല്, അല്ലേ? അഫ്ഗാനിൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അഫ്ഗാനിലെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? അമേരിക്കയല്ലേ, അല്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട്, മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാന്റെ ഈമാനിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം പതറിപ്പോകും. ശരിയാണല്ലോ, ഇത്രയും വലിയ പരീക്ഷണം വേറെ ആർക്കും ഇല്ലാത്ത ഇത്രയും വലിയ പരീക്ഷണം പിന്നെന്തിനാ നമുക്ക് മാത്രം? ഈ മതം അത്ര ശരിയാണെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് പറയുന്നു നിന്നെ പടച്ചത് തന്നെ പരീക്ഷിക്കാനാ. പടച്ചത് തന്നെ പരീക്ഷിക്കാനാ, യാതൊരു സംശയമില്ല. എവിടെയും പരീക്ഷണം. തുർക്കിയിൽ പരീക്ഷണം, ഖത്തറിൽ പരീക്ഷണം, ഫലസ്തീനിൽ പരീക്ഷണം, അങ്ങനെ 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 ലോകത്തിന്റെ പല കോണുകളിലും പരീക്ഷണങ്ങളുടെ കഥകൾ നമ്മൾ നിരന്തരം ഇന്നലകളിൽ കേൾക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ പരീക്ഷണം കേൾവിയല്ല, ഒരു യാഥാർത്ഥ്യമായി, ഒരു അനുഭവമായി ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പം വഴിമാറി നടക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് ജയിച്ച് ഡോക്ടറാകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അവൻ പരീക്ഷയുടെ സമയമാകുമ്പോൾ പരീക്ഷ പേടികൊണ്ട് എക്സാമിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും. അവൻ ഡോക്ടർ ആവുമല്ലോ അല്ലേ, അവൻ എഞ്ചിനീയർ ആവുമല്ലോ അല്ലേ. മുസ്ലിം സമുദായത്തെ അള്ളാഹു താല പരീക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? മുസ്ലിമിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്, ഈ ലോകമല്ല. ഈ ലോകം അള്ളാഹുടെ മുമ്പിൽ വലിയ വിലയുള്ളെന്നുള്ള ലോകമൊന്നുമല്ല, അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ ലോകമല്ല ലോകം. ഇതിനപ്പുറത്ത് പ്രപഞ്ചത്തിൽ എത്ര വിസ്തൃതമായ ലോകങ്ങൾ പരന്നു കിടക്കുന്നു, എത്രയോ വിശാലമാണ് ഈ പ്രപഞ്ചത്തിന്റെ തിരുമുറ്റം. ആ ലോകത്ത് ഈ ഭൂമിയുടെ വില എന്ന് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കമുണ്ടായിരുന്നെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ വിശാലമായ ലോകത്ത് ഈ ഭൂമി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ അള്ളയെ നിഷേധിക്കുന്ന ഒരു കാഫിറിന്, ഒരു സത്യനിഷേധിയെ അള്ളാഹു ഒരിറക്ക് വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ്ക്ക് അതറിയാമായിരുന്നു. ഓരോറക്ക് വെള്ളം കുടിക്കാൻ അനുവദിക്കല ഈ ഭൂമിയിൽ. ഇതിനൊരു വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക്. പക്ഷെ ആകെ അനന്ത വിസ്തൃതമായി ഈ പ്രപഞ്ചമുറ്റത്ത് അറിയുമോ ഈ ഭൂമി എത്ര ചെറുതാണെന്ന്? ഈ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രബിന്ദുവായ സൂര്യൻ, അല്ലേ? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. അതുപോലത്തെ വേറെയും 10 ഗോളങ്ങൾ കൂടുമ്പോഴേ ഒരു സൗരയൂഥം രൂപപ്പെടുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു സൗരയൂഥം തന്നെ ഭൂമിയേക്കാൾ എത്രയോ 10,000-കണക്കിനല്ല, ദശലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ളതാണ്. ഒരു സൗരയൂഥത്തിന് ഈ ഭൂമിയേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി വലിപ്പമുണ്ട്, ഈ ഭൂമിയേക്കാൾ. അതാ റസൂലുള്ളാഹി പറഞ്ഞ അന്ന് 6-ാം നൂറ്റാണ്ടിൽ പറയാ, ഈ ഭൂമിക്ക് ഈ ഭൂമിയുടെ തൂക്കം, ഈ ഭൂമിക്കുള്ള തൂക്കം അള്ളാഹുവിന്റെ ലോക ആ സാമ്രാജ്യത്തിൽ ഈ ഭൂമിയുടെ തൂക്കം ഒരു കൊതുകിന്റെ ചിറകിന്റെതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത്ര ചെറുതാ. ഒരു നിഷേധിയെ ഈ ഭൂമിയിൽ വെള്ളം കുടിപ്പിക്കാല.
അത്ര പോലും പ്രാധാന്യം ഈ ഭൂമിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. ഇത് പരീക്ഷാ ഹാള് മാത്ര. ഇതൊരു പരീക്ഷാ ഹാളാ. അള്ളാഹുവിന്റെ വിശാലമായ ഈ സാമ്രാജ്യത്വത്തിലെ ഒരു പരീക്ഷാ ഹാൾ മാത്രമാണ്. ഈ പരീക്ഷാ ഹാളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അവിടെ പരീക്ഷാ ഹാളിൽ ഇരുന്നുകൊണ്ടൊരു വിദ്യാർത്ഥി പറയാ ആകെ പരീക്ഷയാണ്. എന്താ പറയാ? ബെല്ലടിച്ച് പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതാൻ വേണ്ടി കയറിയിരുന്ന വിദ്യാർത്ഥി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തോരം നേരമായി പരീക്ഷ തന്നെ പരീക്ഷ എന്ന് പറയുന്നത് പോലെയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതം പരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്കല്ലെങ്കിൽ ഈ പരീക്ഷ ഹാളേ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി സൗരയൂഥത്തിൽ കോടിക്കണക്കിന് മടങ്ങ് ചെറുതാ. അങ്ങനത്തെ സൗരയൂഥം ഒന്നല്ല, 10,000 കോടി സൗരയൂഥമുണ്ടത്ര ഒരു ഗാലക്സിയിൽ. 10,000 കോടി സൗരയൂഥം. നിങ്ങൾക്കറിയോ 10,000 കോടി സൗരയൂഥം എന്ന് പറഞ്ഞാൽ എന്തോരം വരുമെന്ന്? 10,000 കോടി വരെ ഒന്ന് എണ്ണാൻ വേണ്ടി വരുന്ന സമയം എത്രയാണെന്നറിയോ? 2500 കൊല്ലം. 10,000 കോടി വരെ ഒന്ന് എണ്ണാൻ വേണ്ടി വരുന്ന സമയം എത്രയാ? 2500 കൊല്ലം വേണം. 1, 2, 3, 4 എന്ന് 10,000 കോടി എണ്ണണമെങ്കിൽ. ഞാനീ പറഞ്ഞ ഒരു സൗരയൂഥമല്ല, ഇതുപോലത്തെ ഒരു എണ്ണിത്തീരാൻ വേണ്ടി മാത്രം 2500 കൊല്ലം വേണ്ടി വരുന്ന അത്ര സൗരയൂഥമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ ഭൂമി എത്രയാ? ഭൂമി എവിടെ കിടക്കണു? ആ ഭൂമി കിടക്കണം. നാം എവിടെ കിടക്കുന്നു എന്നുള്ള ചോദ്യം പിന്നെയാ. ആ ഭൂമിയിലെ നാം പിന്നെ എന്തോരം ഉണ്ടെന്നുള്ളത് വേറൊരു ചോദ്യം. അപ്പൊ ഈ 10,000 കോടി സൗരയൂഥങ്ങൾ കൊണ്ട് പ്രപഞ്ചം തീരുന്നോ? അതുമില്ല. 10,000 കോടി സൗരയൂഥം കൂടിയാൽ ഈ ലോകത്തൊരു ഗാലക്സി മാത്രമേ ആവുകയുള്ളൂ. ആ ഗാലക്സി അത്തരത്തിലുള്ള ഗാലക്സികൾ ലോകത്ത് എത്രയാ? 20,000 കോടി ഗാലക്സിയാ കണ്ടുപിടിക്കപ്പെട്ട ലോകത്ത്. അല്ലാഹു അക്ബർ. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ വിശാലത? ആ പ്രപഞ്ച വിശാലതകളിൽ ഈ ലോകത്ത് ജനിക്കാനും ജീവിക്കാനും വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഈ കീടമാകുന്ന മനുഷ്യനെ അള്ളാഹു താല ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ അവന്റെ ജീവിതം ഒതുങ്ങാനല്ല. ഈ ലോകത്തിൽ ഒതുങ്ങേണ്ട ഒരു ജീവിതം അല്ലിത്. ഈ ലോകത്തിൽ ഒതുങ്ങേണ്ട ജീവിതത്തിന് ഇത്രയും വലിയ ആസൂത്രണമൊന്നും വേണ്ട. വെറും പാറ്റകൾ, കീടങ്ങൾ, ജന്തുക്കളൊക്കെ പോലെ ആയാൽ മതി. ഇത്രയും വലിയ ബുദ്ധിശക്തിയുടെ ആവശ്യം വേണ്ട. ചന്ദ്രനിൽ കാലുകുത്താൻ മാത്രം ബുദ്ധിപരമായ വികാസം നേടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എവറസ്റ്റ് താണ്ടാൻ പറ്റുന്ന വിധത്തിൽ, ആകാശത്തിൽ പക്ഷികളെ പോലെ ഊളിയിട്ട് പറക്കാൻ പറ്റുന്ന വിധത്തിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ മത്സ്യങ്ങളെ പോലെ ഊളിയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരാനും വികസിക്കാനും കഴിയുന്ന ഒരു ബുദ്ധി ഈ ഭൂമിയിൽ ജീവിച്ച് ചത്തുപോകാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യന് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ മനുഷ്യന്റെ ഭാവനകൾ അതിരുകളില്ലാത്ത ഭാവനകളാണ്. ഇത്രയും വലിയ ഭാവന ഈ പ്രപഞ്ചത്തിലുള്ള വേറൊരു ജീവിയും ഇല്ല. ആ ഭാവനകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയുടെ അതിരുകളിൽ ഒതുങ്ങുന്നവനല്ല താനെന്ന് അവനോട് എത്രയോ വട്ടം വിളിച്ചു പറയുന്നുണ്ട്. ഈ ഭൂമി നിനക്ക് ഉള്ളതല്ല, നീ ഈ ഭൂമിയിൽ ഒതുങ്ങുന്നവനല്ല നീ എന്ന് എന്റെ എന്റെ ബുദ്ധിയും എന്റെ ഭാവനയും എന്നെ ഓരോ ദിവസവും വിളിച്ചു പറയുന്നില്ലേ? ഇല്ലേ? ഇവിടുന്ന് മൈനാഗപ്പള്ളി വരെ പോകണമെങ്കിൽ എത്ര സമയം വേണം? 1/2 മണിക്കൂർ വേണ്ടി വരും നടന്നു പോകാൻ, എന്റെ ബോഡിക്ക്, എന്റെ ശരീരത്തിന്, അല്ലേ? പക്ഷെ എന്റെ ഭാവനയ്ക്കോ എന്റെ മനസ്സിന് മൈനാഗപ്പള്ളി പോകാനോ തിരുവനന്തപുരം പോകാനോ നിമിഷം വേണ്ട. വാഷിംഗ്ടണിൽ പോകാൻ സമയം വേണ്ട. ഷാർജയിൽ പോകാൻ സമയം വേണ്ട. ലോകത്തിന്റെ ഒരു കോണിലും പറന്നു ചെല്ലാൻ എന്റെ മനസ്സിന് സമയം വേണ്ട. സൗരയൂഥത്തിൽ കടന്നു പോകാൻ സമയം വേണ്ട. ഗാലക്സികൾ താണ്ടാൻ സമയം വേണ്ടാത്ത, ആർക്കും പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത അനന്തമായ ഭാവനകളെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിലെ അത്ഭുതമാണ് മനുഷ്യൻ. ഇതൊരു വല്ലാത്ത സാധന. ഈ മനുഷ്യനെ ഇത്രയും ഭാവന നൽകി, ഇത്രയും മേധാശക്തി നൽകി, ഇത്രയും ബുദ്ധി നൽകി, ഇത്രയും ചിന്ത നൽകി, ഇത്രയും വാക്ക് വൈഭവം നൽകി. നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ? ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ ഇതിലൊരു എക്സാമിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്? ഇതിനൊക്കെ ഒരു എക്സാമിനേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥമുള്ളത്? കന്നാലി നമ്മൾ തുല്യ എന്ന് പറഞ്ഞാല് എന്തോ ആണ് വചസ്സുകൾ? നമ്മുടെ വാക്കുകളോ മനസ്സിലൊരു ആശയം നിരൂപിച്ചാൽ മാത്രം മതി. ഒന്നാലോചിക്കാൻ പോലും നേരമില്ലാതെ നമ്മുടെ വാക്കുകളിലൂടെ അനർഘമായ വാക്പ്രവാഹമായി അത് ഒലിച്ചിറങ്ങുകയാണ്. ഇത്തരത്തിൽ ലോകത്തൊരു ജീവിയും വേറെ ഇല്ല.
അങ്ങനെ അത്ഭുതകരമായ വാക്കുശേഷി കൊണ്ട് അനുഗ്രഹീതനായവൻ, അത്ഭുതകരമായ ചിന്താശേഷി കൊണ്ട് അനുഗ്രഹീതനായവൻ, അനുഗ്രഹീതമായ ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹീതനായ ഈ മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പടയ്ക്കുമായിരുന്നില്ല. വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഖുർആനിൽ അല്ലാഹ് എത്ര വട്ടാ പറഞ്ഞു, മനുഷ്യ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, നിന്റെ ജീവിതവും മരണവും ഞാൻ പടച്ചത് ലിയബ്ലുവകും, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പരീക്ഷിക്കാനാ? അയ്യുകും അഹ്സനു അമലാ, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ഈ ഭൂമുഖത്ത് കാഴ്ചവെക്കുന്നതെന്ന് കാണാനാണ്. ഈ ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തി ഏറ്റവും നന്നാക്കിയതാരാ? നല്ല മികച്ച പെർഫോമൻസ് ആരാണ്? നല്ല പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണോ മോഡിയാണോ? ആരാണ് നല്ല ആഭ്യന്തരമന്ത്രി? ചിദംബരമാണോ അമിത്ഷയാണോ? ആരാണ് നല്ല മുഖ്യമന്ത്രി? ഇങ്ങനെ നല്ലതാകാനും ചീത്തയാകാനുമുള്ള എല്ലാ കഴിവുകളും നൽകിയിട്ട് നല്ലത് ചെയ്യുന്നത് ആരാണ്, ചീത്ത ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ അമലുകളിലെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങളെ ഈ മാതിരി ജീവിതം തന്ന് ഈ ലോകത്തേക്ക് വിട്ടത്. സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചോണം. അള്ളാഹുടെ CCTVക്ക് കീഴില, പടച്ചോന്റെ CCTVക്ക് കീഴില നമ്മുടെ ഓരോ അക്ഷരവും. അതെ, ഈ ക്യാമറ ഒരു TV എന്നെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേൾക്കാം മറ്റുള്ള ലോകക്കാർക്ക്, നാളെ കേൾക്കാം, വീണ്ടും വേണമെങ്കിൽ കേൾക്കാം, അല്ലേ? ഈ CCTV ഒക്കെ വരുന്നതിന് മുമ്പേ അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, CCTVയുടെ കീഴിലാണ്. മനുഷ്യ, നീ ഉരിയാടുന്ന ഓരോ വാക്കും പിടിച്ചെടുക്കാൻ എന്റെ ആകാശ സംവിധാനങ്ങൾ കാത്തുനിൽപ്പുണ്ട്. റഖീബ്, നിരീക്ഷണ സംവിധാനമുണ്ട്. അതീദ് അറിയോ? അപ്പൊ പറഞ്ഞു, ചുമ്മാ വെറുതെ പറയാ, അങ്ങനെയൊന്നും ഒരു സംവിധാനം ഇവിടെ ഇല്ലാന്ന്. പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് തഖ്വ വന്നത്. CCTVയുടെ കീഴിൽ വന്നു കഴിയുമ്പോൾ ആളുകളെല്ലാം മുത്തഖീങ്ങളാവും, അല്ലേ? CCTV ഉണ്ടെന്ന് പറയുമ്പോ എല്ലാവർക്കും തഖ്വയായില്ലേ? നമുക്ക് ഈ തഖ്വ നിരീക്ഷിക്കാൻ വേണ്ടി ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി കാഴ്ചവെച്ചതെന്ന് കാണാനാണ്. ആരാണ് ഏറ്റവും നല്ല പിതാവെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല ഭർത്താവെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല പുത്രനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല സഹോദരനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല അയൽക്കാരനെന്നറിയാൻ, ആരാണ് ഏറ്റവും നല്ല കച്ചവടക്കാരനെന്നറിയാൻ, ആരാണ് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെന്നറിയാൻ, ആരാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകനെന്നറിയാൻ അല്ലാഹു തആല കാത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് പരീക്ഷണമില്ലാതെ വരുമോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ പടയ്ക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു തആല ഇബ്ലീസിനെ പടയ്ക്കുമായിരുന്നു. ഇബ്ലീസിനെ പടച്ചത് അള്ളാഹ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷണത്തെ ചോദ്യം ചെയ്യാം. ഇബ്ലീസിനെ പടച്ചിട്ടുള്ളത് അള്ളാഹ് ആണ് എന്ന് വിശ്വസിക്കാത്ത ആരെങ്കിലും മുസ്ലിം ഉണ്ടോ? ആദം നബിയെ, നമ്മുടെ പിതാവിനെ സ്വർഗത്തിൽ പടച്ചപ്പോൾ തന്നെ ആദം നബിയെ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ പടച്ചവൻ അള്ളയാണ്. അതുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളെ നശിപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകത്തിന്റെ ശക്തികളും ശ്രമിക്കുമ്പോൾ അതൊന്നും അള്ളാഹ് കാണാതെയാണ്, ഇതൊന്നും ചെറുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തതാണ് എന്ന് ആരെങ്കിലും മുസ്ലിം വിചാരിച്ചാൽ അവനെങ്ങനെ വിചാരിക്കാം, എന്നിട്ട് അവന്റെ പാട്ടിന് പോകാം. അത്രേ ഉള്ളൂ. നമ്മളെ പിഴപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകം ശ്രമിക്കും. തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ട് അല്ലാഹു തആല ഇബ്ലീസിനെ പടച്ച്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അള്ളാഹുവേ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും അല്ലാഹ്. അപ്പോഴും അള്ളാഹ് പറഞ്ഞു, പിഴപ്പിച്ചോ ഇബ്ലീസെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു,
വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറഹും ശാകിരീൻ. അല്ലാഹ് അവരുടെ മുമ്പിൽ കൂടെ ഞാൻ ചെല്ലും, അവരുടെ പുറകിൽ കൂടെ ചെല്ലും, വലത്തോടെ ചെല്ലും, ഇടത്തോടെ ചെല്ലും. അവരിൽ അധിക പേരത്തെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായി കാണാൻ ഞാൻ അനുവദിക്കുകയില്ല പടച്ചവനെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അതും സമ്മതിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്ലീസിനെ പടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പരീക്ഷണം വെച്ച അല്ലാഹ്, ആ ഇബ്ലീസിന്റെ ശക്തികൾ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മെ തകർക്കാൻ, നമ്മെ പിഴപ്പിക്കാൻ, നമ്മെ ശശിപ്പിക്കാൻ ഇബ്ലീസിയൻ ശക്തികൾ ശ്രമിക്കും. ലോകത്ത് ഇസ്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇബ്ലീസിയൻ ശക്തികളുടേതാണ്, അല്ലാതെ വേറെ ആരുടെ അല്ല. നമ്മളതിന് പറയുന്ന പേര് വേറെ ചിലത് പേരാണ്. ട്രംപ് എന്നാ ചിലപ്പോൾ നമ്മൾ പറയാം, ചിലപ്പോൾ നെതന്യാഹു എന്ന് പറയും, ചിലപ്പോൾ മോഡി എന്ന് പറയും, ചിലപ്പോ എന്ന് പറയും അമിത്ഷാ എന്ന് പറയും, അങ്ങനെ ചില പേരുകൾ പറയും. ആരാണിതൊക്കെ? ഇബ്ലീസിയൻ ശക്തികളാണ്. ഇസ്ലാമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ശക്തികൾ, ആദമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ച അതേ ശക്തി തന്നെയാണ്. ആ ശക്തിയുടെ പേരാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ പ്രവർത്തനം സ്വർഗത്തിൽ ആരംഭിച്ചെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ വന്നിറങ്ങിയ അന്നു മുതൽ ഇബ്ലീസും അവന്റെ അനുയായികളും ഈ മനുഷ്യരാശിയെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, പുണ്യ റസൂൽ നമ്മോട് പറഞ്ഞിട്ടില്ല. എക്കാലത്തും ഇബ്ലീസ് ആക്റ്റീവാണ്. പലരും ഇബ്ലീസ് ആക്റ്റീവാണ്. ആ ആക്റ്റീവായ ഇബ്ലീസിനെ നേരിട്ട് കൊണ്ടല്ലാതെ ഈ ലോകത്ത് രക്ഷപ്പെട്ട, വിജയിച്ച, അള്ളാഹുവിന്റെ പ്രീതി നേടിയ ഒരൊറ്റ വ്യക്തിയും കടന്നു പോയിട്ടില്ല. ഒരൊറ്റ ആള് പോലും. ശക്തമായ പോരാട്ടം. അക്കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃക പ്രവാചകന്മാരാണ്, നബിമാരാ. നബിമാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തരുന്നത് പരീക്ഷണത്തിൽ മുസൽമാൻ പതറണ്ടായെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ നബിമാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നബിമാരെ പറയാതെ ഖുർആൻ ഒന്നും പറയണില്ല. എന്തിനാ ഈ നബിമാരെ പറയണേ? നബിമാരുടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ അവർ ഇങ്ങനെ സുഖകരമായി അവരുടെ ജീവിതം ആരംഭിച്ചു, വളരെ സന്തോഷകരമായി സുഭിക്ഷമായ ഒരു ജീവിതത്തിലൂടെ അവരിങ്ങനെ കടന്നുപോയി. അവസാനം അവര് വളരെ രാജകീയമായ നിലയിൽ അവർ മരിച്ചുപോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നോവൽ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാര്യത്തിൽ എടുക്കാനുണ്ടോ? ഏത് നബിയുടെ കഥ പറയുന്നത് എന്തിനാ? ഏത് നബിയുടെ കഥ പറയുന്നതും എന്തിനാണ്? ഇബ്ലീസിന്റെ ശക്തികൾ ആ നബിക്കെതിരിൽ പ്രവർത്തിച്ചു. ചെറിയ ശ്രമമല്ല, തകർക്കാൻ ശ്രമിച്ചു, വകവരുത്താൻ ശ്രമിച്ചു, മുച്ചൂടും നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇബ്ലീസിന്റെ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് എന്റെ പിന്നിൽ, എന്റെ കൽപ്പനകളിൽ ഉറച്ചു നിന്ന പ്രവാചകന്മാർ വിജയിച്ചു എന്ന് പറയാനാണ്. പരീക്ഷണങ്ങളിലൂടെ എന്റെ നബിമാർ കടന്നുപോയി. പരീക്ഷണങ്ങൾ അവർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ അല്ലാഹ് പറയുന്നില്ലേ? മൂസ നബിയുടെ കഥ അല്ലാഹു തആല 130 പ്രാവശ്യം ഖുർആനിൽ പറയുന്നുണ്ട്. മൂസ നബിയുടെ കഥ പറയുന്നിടത്താണ് നമുക്ക് സുപരിചിതനായ ഒരു സുഹൃത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതാരാണ്? ഫിർഔൻ. അല്ലേ? ഫിർഔൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ഈസാ നബി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രതിയോഗി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തിനാ അത് പറയുന്നതെന്നറിയാവോ? ഇന്ന് ഇസ്ലാമിൽ അന്ന് മൂസ നബിക്ക് ഫിർഔനുണ്ട്, അതിനു മുമ്പ് നൂഹ് നബിക്ക് നമ്രൂദ് ഉണ്ട്, അതിന് ഇബ്രാഹിം നബിക്ക് എതിരിൽ നമ്രൂദ് ഉണ്ട്, അതിനു മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിൽ പ്രമാണിമാരുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഇബ്ലീസിന്റെ പിണിയാളുകളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരിലും എതിരാളിയുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെന്നല്ല, ഏറ്റവും വലിയ അധികാരത്തിന്റെ തലക്കനവും കാണിച്ച് ലോക പോലീസായി ചമഞ്ഞു നിൽക്കുന്നവന്റെ പേര് എന്തുവായിക്കൊള്ളട്ടെ, അവൻ ഈ ലോകത്ത് ഇല്ല എങ്കിൽ മുസൽമാന്റെ പരീക്ഷണം നടക്കില്ല. മുസൽമാന്റെ ഈമാന്റെ പരീക്ഷണം നടക്കണം ഇവിടെ. ഈ ലോകത്ത് ജീവിക്കുന്ന മുസൽമാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനെ അംഗീകരിച്ചാണോ അവന്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയണം.
അനുഗ്രഹം അല്ലാഹു തആല കൊടുക്കും. അനുഗ്രഹം കൊടുത്തിട്ട് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു തആല പരീക്ഷിക്കും. ആ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചാൽ അല്ലാഹു അനുഗ്രഹത്തെ പെരുപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ ലഇൻ ശകറതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അനുഗ്രഹം കൊടുത്താൽ നിങ്ങൾ അതിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്താൽ എന്ത് ചെയ്യും? അല്ലാഹു അനുഗ്രഹം കൂട്ടിത്തരും. പക്ഷെ അനുഗ്രഹത്തെ നന്ദി ചെയ്തില്ലെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുത്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾക്ക് ശിക്ഷ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ? നമുക്ക് അല്ലാഹു തആല ആവോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ട് ഒരു പരീക്ഷണം നടത്തും. ആ പരീക്ഷണത്തിൽ, ആ അനുഗ്രഹം തന്നുള്ള പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്താൽ എന്തിനെന്നറിയാതെ ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിലോ നമ്മളെ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിന് പാകപ്പെടുത്തുമെന്നുള്ളത് പടച്ചതമ്പുരാന്റെ പരിപാടിയാണ്. പടച്ചതമ്പുരാൻ വബലൗനാഹും ബിൽ ഹസനതി വസയ്യിആ വലബലൗനാഹും ബിൽ ഹസനതി വസയ്യിആ, നാം അവരെ നന്മ കൊടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കും, പിന്നീടോ തിന്മ കൊടുത്തായിരിക്കും പരീക്ഷിക്കുക. എന്തിനാ? നന്മ ആവോളം തന്നു. നോക്ക്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? നന്മ തന്ന് നമ്മളെ അല്ലാഹ് പരീക്ഷിച്ചതിന് ഇന്നലകളിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളല്ലേ നമുക്ക് അല്ലാഹു തആല തന്നത്. ഇപ്പൊ പ്രളയം വന്നു, അതുപോലെ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. വാസ്തവത്തിൽ ഇപ്പൊ NRC ആണ് നമ്മളെ എല്ലാരെയും പിടിച്ചു ഞെരുക്കുന്ന സംഗതിയെങ്കിലും NRCയെക്കാളും വലിയൊരു സംഭവം അതിനു മുമ്പും വന്നായിരുന്നു. അത് നമ്മൾ മറന്നുപോയതാ. അത് പ്രളയമാ. ഇപ്പോ ഈ പ്രളയ ജലം കേരളത്തെ മുക്കിക്കൊല്ലും എന്ന വിധത്തിൽ പ്രളയം കയറി വന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സുഭിക്ഷത നിറഞ്ഞ ഒരു നാടിനെ അല്ലാഹു തആല അനുഗ്രഹം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ആ അനുഗ്രഹത്തോട് നന്ദി ചെയ്യുന്നുണ്ടോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നറിയാൻ ആഗ്രഹിച്ച അല്ലാഹ് ആ പെർഫോമൻസ് മികച്ചതാക്കി കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയത് നമ്മുടെ നാടിന്റെ, നമ്മുടെ കേരളത്തിന്റെ ശാപമല്ലേ? ശാപമല്ലേ? നല്ല നിലയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയോ? പരീക്ഷണത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ എങ്ങനെ? ഫഅക്റമഹു വനഅമഹു, അവൻ അനുഗ്രഹങ്ങൾ വാരിച്ചോരിച്ചൊടുത്തുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമ്പോൾ എന്താ അനുഗ്രഹം പടച്ചോനെ? കോരിച്ചൊരിയുന്ന മഴയത്ത് വാർന്നൊലിക്കുന്ന വീടുകളിൽ ഇന്നലകളിൽ ഒരു 25 കൊല്ലം മുമ്പ് താമസിച്ച നമ്മളെല്ലാം കോൺക്രീറ്റ് സൗധങ്ങളിൽ അന്തിയുറങ്ങുന്നവരായി അല്ലേ? അനുഗ്രഹമല്ലായിരുന്നോ? കൊടും ചൂടത്ത് പിടിച്ചു നിൽക്കാനാവാതെ എരിപൊരി കൊണ്ടിരുന്ന നമ്മുടെ എല്ലാം വീടുകളിൽ നിന്നൊരു മുറിയെങ്കിലും ശീതീകരിക്കപ്പെട്ടതായി, AC വൽക്കരിക്കപ്പെട്ട വീടുകളായി നമ്മുടെ വീടുകൾ മാറി. പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകൾ നടന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് 10 ചുവട് വെക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വീടുകളിൽ നമ്മൾ 2 വീലറും 3 വീലറും 4 വീലറും ഉള്ളവരായി മാറി അല്ലേ? അനുഗ്രഹങ്ങൾ ആവോളം തന്ന അല്ലാഹു തആല നമ്മളെ പരീക്ഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, അല്ലാഹ് എന്നെ അംഗീകരിച്ചിരിക്കുക, ബഹുമാനിച്ചിരിക്കുക, ഇപ്പൊ വലിയ നിലയിലും വിലയിലുമാണ് ഞാൻ എന്ന് പറഞ്ഞവൻ ഇങ്ങനെ പൊങ്ങി നടന്നു. എന്നാൽ എന്നാൽ മനുഷ്യൻ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളൊന്ന് പിൻവലിച്ചു, ഒരു മാന്യം വരുത്തി, ഒരു പ്രയാസം വരുത്തി. അങ്ങനെ അല്ലാഹു തആല അവനെ പരീക്ഷിക്കുമ്പോഴോ അവന്റെ ഉപജീവനങ്ങൾക്ക് ഒരല്പം മുട്ടുവരുത്തി, മാന്ദ്യം വരുത്തി, ക്ഷാമം വരുത്തിയാൽ അപ്പൊ മനുഷ്യൻ പറയും, ഓ അല്ലാഹ് എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും എന്നെ അല്ലാഹ് ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. പറയരുത് കൂട്ടരെ, പറയരുത്. അങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും അല്ലാഹു തആല എനിക്ക് പ്രയാസം വരുത്തിയത് എന്താ? ചോദിക്കരുതെന്നാൽ കാരണം ഇത് രണ്ടും പരീക്ഷണമാണ്. അല്ലാഹ് പറയാ, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അല്ല കേട്ടോ, അല്ല. തന്നപ്പോ നിന്നെ ബഹുമാനിച്ചതോ എടുത്തപ്പോ നിന്നെ നിന്ദിച്ചതോ അല്ല. വല്ലാ തുക്രിമൂനൽ യതീം, കയ്യിൽ കാശ് തന്നപ്പോൾ നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോടാ? കയ്യിൽ കാശ് തന്നപ്പോൾ
നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോ? വല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ. നീ സുഭിക്ഷതയിലേക്ക് നിറവിലേക്ക് ഉയർന്നപ്പോൾ, നീ സമ്പന്നതയുടെ മേൽപ്പെട്ടിലേക്ക് നീ ഉയർന്നപ്പോൾ, അഗതികൾ അന്നം കഴിക്കാതെ നിന്റെ പരിസരത്ത് അന്തി ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിനക്ക് നേരം കിട്ടിയോ? അവന്റെ പ്രശ്നം പരിഗണിച്ചോ? പാവപ്പെട്ട നിന്റെ അയൽപക്കത്തെ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പണ്ടമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, നിന്റെ ഒരേ ഒരു മകളെ നീ കോടിക്കണക്കിന് രൂപയുടെ പന്തലൊരുക്കിക്കൊണ്ടും ഭക്ഷണം വിളമ്പിക്കൊണ്ടും നീ കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കം നടത്തി കല്യാണം നടത്തിയവനല്ലേടാ? അനുഗ്രഹങ്ങൾ തന്നപ്പോൾ നന്ദി ചെയ്തോ? ഇത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാ മനുഷ്യൻ പടച്ചവനെ പടച്ചത്. മനുഷ്യനെ പടച്ചതിനാ അനുഗ്രഹങ്ങളോട് നന്ദി ചെയ്യുമെന്നറിയാൻ വേണ്ടിട്ടാ. സഹോദരന്മാരെ, ഈ പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും പറ്റില്ല. അള്ളാഹു പറയുകയാണ്, അള്ളാഹു താല ഒരു നഗരവാസികളെ, ഒരു ഗ്രാമവാസികളെ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. കാനത്ത് ഖറിയത്തൻ ആമിന, അവർ നിർഭയരായി ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു. ഒന്നിനെയും പേടിക്കണ്ട. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഈ ആയത്തോതുമ്പോൾ കേരളത്തെ കുറിച്ച് പറയാന്ന്. കാരണം എന്താ? ഫലസ്തീനിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടത്തെ എന്തോ കുഴപ്പമാ. അഫ്ഗാനിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു അത് അവരുടെ എന്തോ കുഴപ്പമാ, നമുക്കൊന്നും പേടിക്കണ്ട. ഇറാഖിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു നമുക്ക് പേടിക്കണ്ട, കാനത്ത് ഖറിയത്തൻ ആമീന. ഉത്തർപ്രദേശിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടുത്തെ പ്രശ്നമാ, നമ്മളെ അത് ബാധിക്കില്ല. ബോംബെയിൽ കലാപം നടന്നപ്പോ നമ്മൾ പറഞ്ഞു അത് നമ്മളെ ബാധിക്കില്ല, നമുക്ക് പേടിക്കണ്ട. കാനത്ത് ഖറിയത്തൻ ആമീന, ഒട്ടും പേടിക്കാതെ ജീവിച്ച ഒരു നാടായിരുന്നു അത്. അല്ല പറയാൻ ഒന്നും പേടിക്കണ്ട, നിർഭയമായി ജീവിച്ചു. മുത്മഇന്നതൻ, സ്വസ്ഥമായി ശാന്തമായി അന്തി ഉറങ്ങിയ ഒരു നാടാണ്. അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല വാരിക്കോരി കൊടുത്തു. എന്നിട്ടോ അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉപഭോഗ വസ്തുക്കൾ കിട്ടിക്കൊണ്ടിരുന്നു, ശമ്പളം വന്നുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ എല്ലാ ഭാഗത്തു നിന്നും മിൻകുല്ലി മക്കാനിൻ, എല്ലാ രാജ്യത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, ജർമ്മനിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ നാടുകളിൽ നിന്നും അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. അവർ പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചില്ല. നന്ദിയോടെ കാണിച്ച എന്താ ചെയ്തേ? കിട്ടിയത് മുഴുവൻ ദൂർത്തടിച്ചു. രണ്ട് മക്കളും മാതാപിതാക്കളും 1000 സ്ക്വയർ ഫീറ്റ് അധികപ്പറ്റാണ്. 3000-ഓ 5000-ഓ സ്ക്വയർ ഫീറ്റ് ഇല്ലാത്ത വീട് വെച്ചൂടാ. കഫറത്ത് ബിഅൻഉമില്ല, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഇങ്ങനെ വിഭവങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു, റിസ്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു, അവർക്ക് പണം വന്നു ചേർന്നുകൊണ്ടിരുന്നു. ശാന്തമായി അന്തി ഉറങ്ങിയിരുന്ന നാടാണ്. കഫറത്ത് ബിഅൻഉമില്ല, അതെല്ലാം ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു? ദശലക്ഷങ്ങളുടെ കൊട്ടാരം കെട്ടി. ദശലക്ഷങ്ങളുടെ കൊട്ടാരം. ദശലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ അവൻ വാങ്ങി. ദശലക്ഷങ്ങൾ മുടക്കി അവൻ കല്യാണം നടത്തി. അപ്പോൾ അവൻ ഒട്ടും പരിഗണിച്ചില്ല തന്റെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളെ അവൻ ഒട്ടും പരിഗണിച്ചില്ല. അല്ലാഹു പറയാ, വളരെ ഒട്ടും പിന്തിയില്ല. പൊടുന്നനെ അവരെ അല്ലാഹു തആല പിടിച്ചിട്ട് ലിബാസൽ ജൂ, വിശപ്പിന്റെ ഉടുപ്പ് ഒരു ഉത്തരിയുടെ തലയുടെ മുകളിൽ കൂടെ അല്ലാഹു തആല ഇട്ടു. വിശപ്പിന്റെ വൽ ഖൗഫ്, പേടിയുടെയും ഉടുപ്പെടുത്ത് അവരുടെ തലമണ്ടയെ കൂടെ അല്ലാഹു തആല ഇട്ട് കൊടുത്തു. അല്ലാഹു തആല പറയാ, കണ്ടില്ലായിരുന്നു പ്രളയം വന്നപ്പോ എന്റെ പള്ളിയുടെ സ്കൂളുണ്ട്, ആ പള്ളി സ്കൂള് ഒരു പ്രളയ ക്യാമ്പായിരുന്നു. 500 പേർക്ക് ഭക്ഷണം ഒരുക്കി. നാട്ടിലെ ഒന്നാന്തരം മുതലാളിമാരാണ് വീടൊക്കെ പൂട്ടിയിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് താമസിക്കുന്നത്. പലരും വന്നു, ബന്ധുമിത്രാദികളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ പോലും അവർ അപരനെ ആശ്രയിച്ചുകൊണ്ട് അന്നം കഴിക്കേണ്ട 2 നില 3 നില കൊട്ടാരമുള്ളവർ പ്രളയം അവരുടെ വീടിന്റെ മട്ടുപ്പാവിൽ വന്ന് മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് പ്രളയം കടന്നു വന്നപ്പോൾ ചെറുക്കാനാവാതെ വീട്ടിൽ നിന്നിറങ്ങി അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ചവരെ വിശപ്പ് വേട്ടയാടി അന്യന്റെ അപരന്റെ സഹായം ആവശ്യമായി. അല്ലേ?
അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയി അഭയം പ്രാപിച്ചു, ബന്ധുവിന്റെ ഔദാര്യം അവൻ ആവശ്യമായി വന്നു, കേരളത്തിൽ വന്നതല്ലേ, അല്ലാഹു തആല വിശപ്പിന്റെ ഉത്തരീയമെടുത്ത് ഒരു ഉടുപ്പ് പോലെ അവനെ ധരിപ്പിച്ചു. വൽ ഖൗഫി, പേടിയും വന്നു. പ്രളയകാലത്ത് നാം അത് കണ്ടതാണ്. ഇപ്പോഴത്തെ പേടിയേക്കാളും വലിയ പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയോ? അന്നൊരു വെള്ളിയാഴ്ച തോരാ മഴ കേരളമാകെ പെയ്ത് തിമിർത്ത് പെയ്ത തോരാ മഴയിൽ പല ഭാഗത്തും മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും പഠിക്കാൻ പോയ വിദ്യാർത്ഥികളായ മക്കളും ഒക്കെ കുടുങ്ങി കിടന്നപ്പോൾ അവരെ ഒന്ന് വീട്ടിൽ പോലും എത്തിക്കാൻ കഴിയാതെ പലരും പല വഴികളിൽ പ്രയാസപ്പെട്ടു, അല്ലേ? പ്രയാസപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഭയന്നുപോയി. അന്നത്തെ ഒരു രാത്രിയിൽ മഴ തോരുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ കഅബാലയത്തിലടക്കം ലോകത്തിന്റെ എല്ലാ കോണുകളിലും പള്ളികളിലും പാതിരാത്രി വീടുകളിലും അള്ളാഹുവിന്റെ നേരെ പ്രാർത്ഥനകളുടെ കരങ്ങൾ ഉയർന്നില്ലേ? പേടിച്ചില്ലേ? എന്താ പേടിച്ചേ? ഇപ്പൊ ഇതുകൊണ്ടിരിക്കുന്ന മഴ, ഓരോ പ്രാവശ്യം മഴ മുറുകുമ്പോഴും മനുഷ്യന്റെ മനസ്സിൽ പേടി മുറുകിക്കൊണ്ടിരുന്നു. ഇന്ന് നാം അത് മറന്നുപോയതാണ്. വല്ലാത്ത പേടിയായിരുന്നു അത്. അന്നത്തെ പാതിരാത്രിയിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ആ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ അള്ളാഹു താല മഴയെ പിടിച്ചു കെട്ടിയില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ദുരന്തം അതിലൊടുങ്ങുമായിരുന്നോ? അള്ളാഹു അനുഗ്രഹങ്ങൾ ആവോളം വാരിച്ചോരി തെരിയുമ്പോൾ അതിനോട് അനുഗ്രഹത്തെ നന്ദിയോടുകൂടി പ്രതികരിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന ആളുകളെ ഒട്ടും താമസിയാതെ അല്ലാഹു തആല അവരെ രുചിപ്പിച്ചത് ലിബാസൽ ജൂഇ വൽ ഖൗഫി, പേടിയുടെയും വിശപ്പിന്റെയും ഉടയാടയാണ് ധരിപ്പിച്ചത്. അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടൊരു പരീക്ഷണമുണ്ട്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം. ഇനി അനുഗ്രഹത്തിന് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അല്ലാഹു തആല അനുഗ്രഹത്തെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു പരീക്ഷണമുണ്ട്. എന്തിനാ? നന്മ കൊടുത്ത് അല്ലാഹു ആദ്യം പരീക്ഷിക്കും. അതിൽ വിജയിക്കുന്നില്ലെന്ന് കണ്ടാൽ അല്ലാഹു തആല ദോഷം കൊടുത്ത് പരീക്ഷിക്കും രണ്ടാമത്. എന്തിനാത്? അല്ലാഹു ഉത്തരം പറയുന്നുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവരെന്നോട് അഹദ് ചെയ്തവരാണ്, അവരെന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ഞാൻ ഓഫർ ചെയ്തതാണ്. പക്ഷെ സ്വർഗത്തിന്റെ പരീക്ഷണത്തിൽ അവർ തോറ്റുപോയതാണ്. അനുഗ്രഹത്തിന്റെ സമയത്ത് അനുഗ്രഹത്തോട് നന്ദി ചെയ്യാൻ കഴിയാഞ്ഞവരാണ്. നമസ്കാരത്തിൽ പോലും കൃത്യത പാലിക്കാത്തവരാണ്. റമദാനിലെ നോമ്പിനെ അവഗണിച്ചവരാണ്. സക്കാത്ത് കണക്ക് നോക്കാൻ അവർ ഒരിക്കൽ പോലും ശ്രമിക്കാതിരുന്നവരാണ്. പൈസ കയ്യിൽ ഉണ്ടായിട്ടും ഹജ്ജ് പോലും ചെയ്യാഞ്ഞവരാണ്. അനുഗ്രഹം കൊടുത്തപ്പോ ചെയ്യേണ്ട വിധത്തിൽ നന്ദി ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നവൻ, അല്ലാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ധൂർത്തടിക്കുന്നവൻ, അവൻ ഇബ്ലീസിന്റെ പിശാചിന്റെ കൂട്ടാളിയാണ്. ആദമിന്റെ മക്കളല്ല അവൻ ഇബ്ലീസിന്റെ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ധൂർത്തടിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞത് ഒട്ടും പരിഗണിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ധൂർത്തടിച്ചില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊക്കെ എറണാകുളത്താണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ അവിടെ സിയാൽ 3 ലക്ഷം 5 ലക്ഷം ഒക്കെ വാടക കൊടുത്താൽ മാത്രം കിട്ടുന്ന കൺവെൻഷൻ സെന്ററുകൾ മാത്രം എടുത്ത് കല്യാണം നടത്തുന്ന 100 പേരെ പരിശോധിച്ചാൽ 95 മുസൽമാനാ. 95 മുസൽമാനാ. കാരണം മിക്കവാറും എറണാകുളത്തായതിന്റെ പേരിൽ സിയാലിലും അഡിലക്സിലും ഒക്കെ മിക്കവാറും ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ കല്യാണം നടത്താൻ പോകേണ്ടി വരാറുള്ള ആളാണ് ഞാൻ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കല്യാണം നടത്താണ്ട് ഗ്യാപ്പും കൊടുക്കാറില്ല മുസ്ലിം. ദശലക്ഷക്കണക്കിന് രൂപയുടെ ഹാളെടുത്ത് കല്യാണം നടത്തുക എന്ന ഭ്രാന്ത് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇത്രയും ഇല്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഇത്രയും ഇല്ല. ഈ ഭ്രാന്ത് പണം ധാരാളമായപ്പോൾ മുസൽമാന് വന്നുപോയ ഭ്രാന്തല്ലേ? ഈ ഭ്രാന്തിനെ അല്ലാഹു തആല അനുഗ്രഹം കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ മോശമായി പ്രതികരിച്ചു പോയവരെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു ഓഫറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഓഫറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവനല്ലേ. പക്ഷേ അനുഗ്രഹം കൊടുത്തൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ തോറ്റുപോയാൽ പിന്നെ പരീക്ഷിക്കുന്ന ദോഷം കൊടുത്തിട്ടാണ്.
പിന്നെ പരീക്ഷിക്കുന്ന എങ്ങനെയാ? ദോഷം കൊടുത്തിട്ടാ, സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പഴയതിലേക്ക് തിരിച്ചു വരണം. പെട്ടെന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല. ദോഷം അതിൻ്റെതായ ദോഷം എങ്ങനെയൊക്കെ വരും. അള്ള പറയുന്നുണ്ട്, പരീക്ഷണമില്ലാത്ത ഇസ്ലാമില്ല കൂട്ടരെ, പരീക്ഷണമില്ലാത്തവന് സ്വർഗമില്ലെന്നറിയണം സഹോദരങ്ങളെ. പരീക്ഷണത്തിന്റെ സമ്മാനമാണ് സ്വർഗം. അതത്രയും വിശാലമാണ്, അത്ര അനുഗ്രഹീതമാണ്. മിനിമം ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന സ്വർഗം ഈ ഭൂമിയുടെ 10 മടങ്ങല്ലേ. ഒരു സ്വർഗവാസിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗം എത്രയാ? ഉണ്ടല്ലോ കയ്യില് ആവശ്യം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥങ്ങളാ, അതുപോലത്തെ 20,000 കോടി ഗാലക്സികളാ. ഇതൊക്കെ എന്തിനാ പടച്ചിട്ടിരിക്കുന്നെന്ന് പറയാൻ ഒരുത്തനും അറിയില്ല. ഇതൊക്കെ എന്തിനാ? ഭൂമി അതൊക്കെ അത് നമുക്ക് ജീവിക്കാനാ. പക്ഷെ ഈ പടയ്ക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചങ്ങളൊക്കെ എന്തിനാന്ന് ആർക്കും അറിയില്ല. 14 നൂറ്റാണ്ട് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു, മിനിമം മുഅ്മിനിന് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിന് ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ള. മിനിമം. നഷ്ടമുണ്ടോ? ഇനി മരിച്ചാലെന്താ? ഷഹീദായാലെന്താ? ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയാലെന്താ? അല്ലാഹു കാക്കട്ടെ. ഡിറ്റൻഷൻ ക്യാമ്പിൽ പോയാ എന്താ? അതിന്റെ പേരിൽ കിട്ടാൻ പോകുന്നത് 10 സെന്റ് അല്ല, 1 ഏക്കറല്ല, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ തോട്ടമല്ല. ഈ മഹാഭൂമിയുടെ ഈ സമുദ്രങ്ങൾ അലറി വിളിക്കുന്ന, അലമാലകൾ അലറി വിളിക്കുന്ന സമുദ്രങ്ങളുള്ള ഭൂമിയുടെ, അമ്പിളി അമ്മാവനോടക്കം പറയുന്ന ഹിമാലയം 80 കിലോമീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഭൂമിയുടെ, അതുപോലെ തന്നെ സഹാറ പോലുള്ള 100 കണക്കിന് 1000 കിലോമീറ്റർ പരന്നു കിടക്കുന്ന സമതലങ്ങളുള്ള ഈ മഹാഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കുറഞ്ഞ പക്ഷം ഒരു മുസ്ലിമിന് ഞാൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സ്വർഗത്തിന് ഒരു പരീക്ഷയുണ്ട് ഇവിടെ. ആ സ്വർഗത്തിന്റെ പരീക്ഷയിലാണ് മുസൽമാൻ. ആ മുസൽമാൻ അള്ളാഹ് അനുഗ്രഹം കൊടുത്തു. എവിടേക്കാ അനുഗ്രഹം കൊടുത്തേ? ഇവിടെ കേരളത്തിന്റെ കഥ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷണം അനുഭവിക്കുന്ന എല്ലാ രാജ്യത്തും അള്ളാഹു തആല അനുഗ്രഹം. കാശ്മീരിൽ കൊടുത്തില്ലേ? സൗന്ദര്യം, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ പഴങ്ങൾ, ഏറ്റവും നല്ല സൗന്ദര്യം, നല്ല യോഗ്യതകളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ കാശ്മീരിന്റെ ഇന്നലകളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അവർ ആ അനുഗ്രഹങ്ങളോട് വേണ്ട വിധം നന്ദി ചെയ്തില്ല. കാശ്മീർ എന്നൊരു പീഡന പർവ്വമാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഓർത്ത് നോക്കുക. ഫലസ്തീൻ ലോകത്തെ ഏറ്റവും സുന്ദരന്മാരാണ്. ഫലസ്തീന്റെ മണ്ണിന്ന് ലോക ഭൂപടത്തിൽ നിന്ന് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ജൂതന്റെ സെറ്റിൽമെന്റ് നടക്കുന്ന പ്രദേശം പോയി കണ്ടവനാണ് ഞാൻ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശത്താണ് അള്ളാഹു അവരെ താമസിപ്പിച്ചത്. അവർക്ക് അള്ളാഹു തആല ഈമാൻ കൊടുത്തവരായിരുന്നു, സൗന്ദര്യം കൊടുത്തവരായിരുന്നു, സമ്പത്ത് കൊടുത്തവരായിരുന്നു, ലോകത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ സമൂഹവും അവരായിരുന്നു, ഭൗതിക വിദ്യ. പക്ഷേ പ്രവാചകന്റെ ആ മക്കൾ അള്ളാഹുവിനെ മറന്നുപോയതിന്റെ ഫലമായി അവരിന്ന് അനുഭവിക്കുന്ന അദാബല്ലേ. ഇറാഖ് അനുഗ്രഹം കൊടുക്കാതെ കൊടുത്ത് പരീക്ഷിച്ചില്ല. എവിടെയെങ്കിലും അനുഗ്രഹം കൊടുക്കാതിരുന്നോ? ഇറാഖ് എത്ര സുഖസമൃദ്ധമായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാ രാജ തഥാ പ്രജ, ഭരണാധികാരിയും ഭരണീയരും ഒന്നുപോലെ. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ നഹ്നു നത്റുകു ഹാദൽ കിതാബ്, ഈ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇത് വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. സദ്ദാമിനൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവസാനം ഈമാനോട് മരിച്ചു, സ്വർഗം കിട്ടി, അൽഹംദുലില്ലാഹ്. അതാണ് വബലൗനാഹും, നന്മ കൊടുത്ത് അള്ളാഹ് പരീക്ഷിച്ചപ്പോൾ നഹ്നു നത്റുകു ഹാദൽ കിതാബ് എന്ന് പറഞ്ഞ് തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ ബഅ്ത്ത് പാർട്ടി കെട്ടിപ്പടുത്ത് അള്ളയെ തള്ളിപ്പറഞ്ഞ് നാടൊട്ടുക്കും തന്റെ പ്രതിമകൾ സ്ഥാപിച്ച അനിസ്ലാമികമായ തേർവാഴ്ച നടത്തിയ സദ്ദാം ഹുസൈൻ ഇറാഖി ജനത വെറുതെ അനുഭവിക്കാന്ന് വിചാരിച്ച അല്ലാഹു തആല അവർക്ക് അനുഗ്രഹങ്ങളുടെ കാനത്ത് ഖറിയത്തൻ ആമിനത്തൻ മുത്മഇന്ന, സുഖസമൃദ്ധമായ നിർഭീതമായ ശാന്തമായ ഒരു ജീവിതം കൊടുക്കാത്ത ഒരു നാടും ഇസ്ലാമിക ലോകത്തില്ല. ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നാടുകൾ എല്ലാവർക്കും കൊടുത്തു. അല്ലാഹ് ഗൾഫ് മൊത്തം കൊടുത്തു. ഗൾഫിന് അള്ളാഹ് കൊടുത്തതെന്താ? ഗൾഫിന് വലിയ ഇപ്പൊ ഇറാനിലാകട്ടെ, ഇറാഖിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, യമനിലാകട്ടെ, മറ്റെവിടെയും ആയിക്കൊള്ളട്ടെ, പേര് പറയാൻ അറിയാവുന്നതും അറിയാത്തതുമായ മുഴുവൻ ഗൾഫ് നാടുകൾക്കും അള്ളാഹു തആല ഈ പരീക്ഷണത്തോടും തൊട്ടു മുമ്പ് കൊടുത്തത് ബലൗനാഹും ബിൽ ഹസന, നന്മയുടെ പരീക്ഷണം.
നന്മയുടെ സുഭിക്ഷതയുടെ പരീക്ഷണമാണ്. ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്നും കേരളത്തിൽ നടക്കം മുസ്ലിം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം അറബികളുടെ അടിമ വേലക്കാരായി ഈ രാജ്യത്ത് നിന്ന് ഒഴുകിപ്പോയില്ലേ? എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തത് കൊണ്ട്. ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന് നരകയാതന അനുഭവിക്കുന്നതല്ലേ? അല്ലേ സഹോദരന്മാരെ? അല്ലേ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിച്ചോ? അവർ കിട്ടിയ സുഖസൗകര്യാദികളുടെ പറുദീസകളിൽ അവരിങ്ങനെ മതിച്ചു പുളയ്ക്കുകയല്ലേ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അവർക്ക് അടുത്ത പരീക്ഷണത്തിലാണ്. ഈ പരീക്ഷണം അവർക്ക് നഷ്ടമല്ല, ഈ പരീക്ഷണം അവർക്ക് ലാഭമാണ്. കാരണം അനുഗ്രഹത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിഷമമാണ്, ദോഷത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ എളുപ്പമാണ്. നന്മ കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സംശയം വരുമായിരുന്നു. പക്ഷേ അല്ല പറയുകയാ ചീത്ത കൊണ്ട് നന്മ തന്നിട്ട് നിങ്ങൾ വിജയിച്ചില്ലെന്ന് കണ്ടാൽ ചീത്ത തന്ന് നിങ്ങളെ നാം പരീക്ഷിക്കും കേട്ടോ. സംശയം വേണ്ട. കേരളത്തിൽ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഭയരഹിതമായ സന്തോഷമുള്ള ജീവിതത്തിന്റെ എല്ലാ സുഖ കാലാവസ്ഥയും തന്നു.